ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഹരി. സൗണ്ടൊക്കെ പോയിരിക്കുകയാണ്. ഇന്നലത്തെ അലറലും തുള്ളലും ഒക്കെ നിങ്ങൾ കണ്ടില്ലേ കഴിഞ്ഞ ദിവസത്തെ. അപ്പം ഇന്ന് കാളകളിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. നമ്മുടെ പടിഞ്ഞാട്ടുമുറിയിൽ നിന്ന് കാളകളിയുടെ സൗണ്ട് ഇങ്ങോട്ട് കേൾക്കുന്നുണ്ട്. അപ്പം എന്നോട് സുമതേച്ചി മത്സലേച്ചിയൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹരിതേ ഇതൊക്കെ നീ അടിപൊളിയാക്കിയിട്ട് അതിന് നീ വന്നില്ലേ നിന്നെ ശരിയാക്കുന്നു. അപ്പം ഞാനാച്ചാൽ അത് വിട്ടുപോയി ഇത്ര നേരം. എന്ന് വെച്ചാൽ ഇന്ന് വെളുപ്പിനാ വന്ന് കിടന്നുറങ്ങിയത്. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തിരി നേരം ഒന്ന് കിടന്നുറങ്ങിപ്പോയി. പിന്നെ ആ കുട്ട് കേട്ടപ്പോഴേ ഓർത്ത് നല്ല ഉറക്കക്ഷീണുണ്ട്, എല്ലാവർക്കും ഉണ്ടാവും ഉത്സവം കഴിയണവരെ. അപ്പോൾ ജാനുവിന് പനി പിടിച്ചു, നംശിവിനും ചെറിയ വയ്യായകളുണ്ട്, ചുമയൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഇന്ന് റെസ്റ്റാന്നാണ് പറയണത്. അവരിന്ന് തിരുവാതിരക്കളിയാണ് അമ്പലത്തിൽ. അപ്പം ഞങ്ങൾ വരുന്നില്ല അമ്മയെ കാണാൻ, റെസ്റ്റാന്നാണ് പറയണേ. അപ്പം നമുക്ക് പോകാണ്ടിരിക്കാൻ പറ്റില്ല എന്തൊക്കെ വന്നാലും. അപ്പം ഞാൻ എന്താ കുട്ട് കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അപ്പം ഞാൻ വേഗം ഒന്ന് പോയിട്ട് ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. ഡ്രസ്സൊന്നും മാറണില്ല, വീട്ടിലിട്ട് ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് നടക്കി അവർ കൊട്ടും നല്ല അടിപൊളിയായിട്ട്. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് കണ്ടിട്ട് വരാൻ നിങ്ങൾ വരില്ല എൻ്റെ കൂടെ? ഇവർ രണ്ടുപേരും വരുന്നില്ല എന്ന് പറഞ്ഞു. ജാനുവിന് വയ്യാത്താണ്, ഞാൻ കിടക്കുക. ശിവ പറഞ്ഞു ഞാനില്ല അമ്മയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ജാനുവിന് നോക്കാം, അവനെ ഇരുത്തേക്കാം. അപ്പം അമ്മ എത്തിയിട്ടില്ല, അമ്മ ഇത്തിരി കഴിഞ്ഞിട്ട് എത്തുള്ളൂ. അപ്പം ഞാൻ പോകുന്നുണ്ട്. നിങ്ങളെൻ്റെ കൂടെ വരുന്നുണ്ടാ കാളകളി കാണാൻ? ബാ നമുക്ക് പോയി കണ്ടിട്ട് വരാം. എൻ്റെ സൗണ്ടും പോയി. എനിക്ക് ചെവിയുടെ സൈഡ് വെച്ചൊരു വേദനയൊക്കെ. ഇന്നലെ സുമേഷ് ചേട്ടൻ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു പാതിരാത്രിയിൽ വെളുപ്പിന് 2 മണിക്ക്. അപ്പോൾ അതുകൊണ്ടാന്ന് തോന്നുന്നു കിട്ടണമെന്നൊക്കെ അങ്ങോട്ട് കഴിക്കല്ലേ. ഞാനും വാങ്ങിച്ചു കൊടുക്കും പിള്ളേർക്ക്, എനിക്ക് വാങ്ങിച്ചു തരും കുറേ പേര്. അപ്പോൾ അതുകൊണ്ട് സൗണ്ടും ഒക്കെ പോയി ചെവി പിടിച്ചൊരു വേദന. ഇവിടെ ഇങ്ങനെ നമ്മുടെ ഒരു ഉള്ളിൽ ചുറിയണ പോലെ. അപ്പോൾ നമുക്ക് പോവാം. കാളകളിയുടെ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ തറവാട്ടിലേക്കേ പോണേട്ടാ. സുനിതേച്ചൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ നിന്ന് കയറാം നമുക്ക് അറ്റത്തുനിന്നൊന്നും കയറാൻ നടക്കില്ല. അപ്പോൾ തറവാടിൻ്റെ അവിടെ എത്തി കഴിയുമ്പോൾ അവിടെ നിന്ന് തൊട്ട് നമുക്ക് കാണാം. തുള്ളാൻ പറയും അവരെന്നോട്. നമ്മളൊരു തുള്ളൽക്കാരി ആയതുകൊണ്ട് നമ്മളോട് തുള്ളാൻ പറയും. പക്ഷെ എനിക്ക് വയ്യ തുള്ളാനായിട്ട്. കാലിൻ്റെ അടിയൊക്കെ ഭയങ്കര വേദനയാണ്. പോവാം. പിള്ളേരൊന്നും കൊണ്ടില്ല ചേട്ടാ. കാളകളി വരുന്നുണ്ട് കേട്ടാ, കാളകളി വരുന്നുണ്ട്. അതെ, വയലൂരമ്പലം അവിടെ നിന്നാണ് കാളകളി വരുന്നത്. അവിടെ നിന്ന് അപ്പോൾ നമുക്ക് നമ്മുടെ തറവാടിൻ്റെ ഫ്രണ്ട് തൊട്ട് അവിടെ വരുന്ന കാളകളി. അവിടെ നിന്ന് വരുമ്പോൾ തോന്നണം നല്ല വെയിലുണ്ട്. കരിഞ്ഞ് പൊകഞ്ഞ് പോകും. ഞാൻ സൺസ്ക്രീനൊക്കെ ഇട്ടുണ്ട്. കാര്യം കൊണ്ട് തോന്നുന്നുണ്ട് വരുന്നുണ്ട്. ഞങ്ങൾ തറവാട്ടിലെത്തിയിട്ടുണ്ട്. സുനിതേച്ചിയുടെ വീട് ഞങ്ങളുടെ തറവാട്. ഒരാളെ കിട്ടിയിട്ടുണ്ട്. എപ്പത്തിരിനി ഇന്നലെ രാത്രി വന്നിട്ട് നീ എന്നോട് പറഞ്ഞില്ലല്ലോ. ഏത് അല്ല, ബാൻഡ് സെറ്റ് എന്നോട് പറഞ്ഞണ്ടായി. സുമതേച്ചി പറഞ്ഞണ്ടായി ബാൻഡ് സെറ്റാണ്. സുമതേച്ചി ഉണ്ട് കേട്ടോ അവിടെ. കുഞ്ഞിപ്പെണ്ണപ്പോ എന്നിട്ട് ഞാനതൊന്നും അറിഞ്ഞില്ല. അപ്പൊ പ്രിയ വന്നല്ലേ. അപ്പൊ കാളകളിയല്ല, ബാൻഡ് സെറ്റാണ്. 4 മണിയായി. അവര് കൊട്ടാരംഭിച്ച് അവിടെ നിന്ന് പോരാറായിട്ടുണ്ട്. നമുക്കൊന്ന് പോയിട്ട് കാണാം. കേൾക്കണില്ലേ? പോയിട്ട് വരാം ഗായ്സ്. കമോൺ പാറു. പാറുണ്ട് എൻ്റെ കൂടെ. പാറുണ്ട്, ആദിദേവുണ്ട്. ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ തറവാട്. പോലീസൊക്കെ വന്നിട്ടുണ്ട്, കാണിച്ചുതരാം. നല്ലയും പോലീസും കളക്ടറൊക്കെ ഉണ്ടായി. ഇന്നുണ്ട്. സ്വന്തമായി വരട്ടെ. അമ്മ അമ്പലത്തിൽ നിന്ന് ചോറ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെച്ചിട്ടില്ല, നമ്മൾ രാത്രി അമ്പലത്തിൽ നിന്നാണല്ലോ കഴിക്കണേ. അപ്പോൾ
അമ്മ പറയണ അതിൽ നിന്ന് കുറച്ച് കൊണ്ടുകൊള്ളാൻ പറഞ്ഞിട്ടേ സുരണ്ടേച്ചറിന്ന് ചോറും പാത്രം വാങ്ങിച്ചിട്ട് ആക്കാൻ നിൽക്കുന്നു. അമ്മ ഹലോ, ഞാനും പാറും മജന്തിയും വഹിച്ചു. ഞങ്ങള് മാച്ച് പറഞ്ഞവൻ ഇവിടെ NB സെറ്റ് എന്ന് പറഞ്ഞ ഡോൾ സെറ്റ് ഉണ്ട് ഗൈസ്. നമുക്ക് പോവാം, കാണാം. അതെ, ഞങ്ങൾ പോവാണ് ഗൈസ്. സുന്ദേച്ചി, ആദിദേവ് ആൻഡ് പാർക്കുച്ചി ആൻഡ് ഹരിതമായി. ഉറക്കാൻ വന്ന് ഞാൻ വല്ലോടെ ഉറങ്ങി വീഴാവോ. സാവിത്രേച്ചി കമോൺ വാ. വിവേകേട്ടൻ is coming. Come on. ലൈവ് അല്ല, റെക്കോർഡിംഗ് ആണ്. എഡിറ്റ് ചെയ്ത് ഇനി ഇടാം. വിവേകേട്ടൻ സഞ്ജു ചേട്ടൻ പോലീസുകാരെ കാണിച്ചു. അവിടെ സ്റ്റാർട്ടിങ് ആയിട്ടുള്ളൂ. അത് നടക്കാനുണ്ട്. ഇന്നപ്പ വരുന്നില്ലേ കുഞ്ഞാവാ? സ്ഥലത്തി എല്ലാം അവൻ പറഞ്ഞോളൂ. ഇനി എനിക്ക് പറയണ്ട, മൊത്തം കാര്യങ്ങളെല്ലാം അവൻ പറയണ്ടേ. സ്ഥലത്തി ഗൈസ്, സ്ഥലത്തറ ഗൈസ്. ആരാ പറയണേ? താറായി. ഞാൻ ജാനുവിനെ കൊണ്ടുവരാൻ വീട്ടിലേക്ക് വന്നു. ജാനുവിനും പോരണമെന്ന് പറഞ്ഞു, കാണണം എന്ന് പറഞ്ഞപ്പോൾ ജാനുവിനെയും കൊണ്ട് പോവാണ് കേട്ടോ. ഈശ്വര, അതിപ്പോൾ നമ്മുടെ തറവാടിൻ്റെ അവിടെ എത്തിയപ്പോൾ
പക്ഷെ അവിടെ നിന്നല്ലേ കേൾക്കണേ, ബാക്കിൽ നിന്ന് കേൾക്കുന്നതല്ലേ, നമുക്ക് ഇത്തിരി കൂടി അടുത്തായതുകൊണ്ട് കേൾക്കണ്ട. അവിടെ നിന്ന് ഉണ്ടാവില്ല. മുടിയൊന്നും ഇരി കെട്ടണല്ലോ, മറന്നുപോയി. ഉറക്കത്തിന് എഴുന്നേറ്റതാണേ. എന്താണേ ജാനു. ഞങ്ങൾ പോയിട്ട് കണ്ടിട്ട് വരട്ടെ. ശിവും പിള്ളേരും കളിയാണ്, അവര് വരുന്നില്ല എന്നാ പറയണേ. എത്തി. അയ്യോ ഇവിടെ എത്തി. അയ്യോ ഇവിടെ എത്തി. അടുത്ത കോസ്റ്റ്യൂമിൽ ഇറങ്ങിയിട്ടുണ്ട്. പാറുവിൻ്റെ നേരത്തെ കോസ്റ്റ്യൂം മാറ്റി പാറു വേറെ കോസ്റ്റ്യൂം ഇട്ടിട്ടുണ്ട്. ജാനു ചേച്ചി വായ എഴുതാൻ പോയിക്കാണ്, ചായ കുടിച്ചിട്ട് പോന്നിട്ടില്ല. അടുത്ത ടീമിൻ്റെ കൊട്ടൽ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ വരും അവർ. സ്വന്തമായി വാതിൽ പൂട്ടുന്നു. നമ്മൾ പോവാണ് ഗൈസ്. ഓടി വരുന്നു. ഇനി ഇത് കഴിഞ്ഞ് വന്നിട്ടാണോ ഞങ്ങൾക്ക് ഡ്രസ്സൊക്കെ മാറി വൈകുന്നേരത്തെ പരിപാടി കാണാൻ പോവാ അല്ലേ ജാനു? വേനർക്ക് കുളിച്ചിട്ട് പോണട്ടെ ജാനു വന്നിട്ട്. സാവുത്രേച്ചി അവിടെ. സാവുത്രേച്ചി പോയാ? കമോൺ സാവുത്രേച്ചി, കമോൺ കമോൺ വാങ്ങട്ടെ. സാരി കൊടുത്തണ്ടല്ലോ, പിന്നെന്താ സാരി കൊടുത്തണ്ടല്ലോ. ബാ. ആ ഞങ്ങൾ അടുത്ത ടീമിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഒരു ടീം നടക്കെത്തി, അടുത്ത ടീം വരുന്നുണ്ട്. ഇവർക്ക് 5 മണി വരെ ഉള്ളൂ. കഴിഞ്ഞ പരിപാടി തീർത്ത് പോവാണോ? അടുത്ത ടൈം വരണുള്ളൂ. രശ്മി ചേച്ചി കറക്റ്റ് ടൈമിൽ എത്തിയിട്ടുണ്ട്. കാണാറുണ്ടല്ലോ, ഞങ്ങള് കാണാറുണ്ട്. സുനിതേച്ചി അവിടെ നിന്ന് പറയേണ്ടത് പറഞ്ഞു തരിക. ആ ഉത്സവത്തിന്.
ചോദിക്കങ്ങോട്ട് അല്ല അവിടെ നാടൻ പിന്നെ ചോദിച്ചോ ധൈര്യമായിട്ട് ചോദിച്ചോ ഫോട്ടോ അല്ല വീഡിയോ എന്റെ പൊന്നെ വെച്ചോ നല്ല പേര് കൂശുമ്പ് വെച്ചോ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഇടും എല്ലാത്തിലും ഇടും
ഫ്രണ്ടിൽ ചെന്നിട്ടാണ് ഇനി തുള്ളങ്ങോട്ട് ഇറങ്ങേ തുള്ള ഉഷേച്ചി നമ്മളെ സ്വന്തം ഉഷേച്ചി തുള്ളപ്പോ
പോയിട്ട് കുളിച്ച് സുന്ദരി കുട്ടിയായിട്ട് അമ്പലത്തിൽ പോകണം. തിരുവാതിരക്കളി ചായക്കൊക്കെ റെഡിയായി പോയി. ഇവരെ ഇത് തീരണം നോക്കിയിട്ട് എൻ്റെ സമയം പോകും. വേഗം പോയി റെഡി ആയിക്കോട്ടെ. അപ്പൊ ഇതാണ് ഇന്ന് വൈകിട്ടത്തെ ഞങ്ങളുടെ കോസ്റ്റ്യൂം. എങ്ങനെയുണ്ട്? ഷറാറ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ്. നമ്മുടെ സ്വന്തം രാജേച്ചിയെ കൊണ്ട് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലത്തെ പച്ച കളറിൽ ചെയ്തതാണ്. കുറേ നാൾ മുമ്പ് കൊടുത്തതാണ് രാജേച്ചിക്ക്. ഇപ്പോഴാണ് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയത്. എങ്ങനെയുണ്ട്? അടിപൊളിയായില്ലേ? അപ്പൊ നമുക്ക് വേഗം അമ്പലത്തിൽ പോയാലോ? തിരുവാതിരക്കളിയൊക്കെ അവിടെ തുടങ്ങിയിട്ടുണ്ടാവും. എൻ്റെ തുണിയൊക്കെ നിറച്ച് ബെഡുമ്മ കിടക്കാതുകൊണ്ട് അതൊന്നും ഞാൻ കാണിക്കണില്ല. അപ്പൊ ഞങ്ങള് വേഗം പോട്ടെ. പോയാലോ ജാനു? ടാറ്റാ. നമുക്കേ പേട്ടച്ചെരുപ്പ് ഇട്ടാൽ മതി എന്ന് പറയണേ. എന്താന്ന് വെച്ചാ അവിടെ ഭയങ്കര പൊടിയും ചെളിയൊക്കെയാ. അപ്പൊ ഏത് ചെരുപ്പിട്ടാലും നാശാവും. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് പഴയ ചെരുപ്പ് ഇട്ടിട്ട് വേണം. നമുക്ക് പോവാം. ജാനുവിന് ചുമയൊക്കെയാണ്. ജാനു ഇന്ന് വരില്ല എന്നൊക്കെ വലിയ ഡയലോഗ് പറഞ്ഞതാട്ടാ. ഉറങ്ങി എഴുന്നേറ്റപ്പോ ഉഷാറായതല്ല, പാറു വന്നിട്ടുണ്ടെന്ന് കേട്ടപ്പോ ഉഷാറായതാണ്. ജാനു ഓക്കെ ആണെന്നാണ് ജാനു പറയണേ. എനിക്ക് അറിയില്ല ഇന്ന് പോയി വന്നു കഴിയുമ്പോ എന്താവുന്നു. ഇന്ന് ആ കിഴക്കേ അവിടുത്തെ പരിപാടി അടിപൊളി പരിപാടിയായിരുന്നു കേട്ടാ. സൂപ്പർ പരിപാടിയായിരുന്നു. എന്നിട്ടാ കിഴക്കല്ല പടിഞ്ഞാറുന്ന് വന്ന പരിപാടി. ഈ പരിപാടി ഉണ്ടല്ലോ, തെയ്യത്തിന്റെ പോലത്തെ സംഭവങ്ങളും പിന്നെ നാസിക് ഡോളൊക്കെ ഉണ്ടായത് അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ. പിന്നെ അവരെല്ലാവരും നമ്മളോടൊക്കെ ഭയങ്കര സ്നേഹമാണ് അവർക്കെല്ലാവർക്കും. അവരെന്നല്ല നമ്മുടെ നാട്ടുകാരെല്ലാവരായിട്ടും നല്ല കമ്പനിയാണ്. പിന്നെ ഉത്സവം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വൈബാണ്. എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് അടിച്ച് പൊളിക്കും. അയ്യോ എൻ്റെ സൗണ്ടൊക്കെ ഏകദേശം പോയി. ശ്വാസമൊന്നും കിട്ടണ്ടേ, സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി. 3ാമത്തെ പ്രോഗ്രാമായിരുന്നു നമ്മുടെ ചേച്ചിമാരുടെ. കഴിഞ്ഞോ എന്തോ 2 കഴിഞ്ഞിട്ടുള്ളൂ തോന്നുന്നുണ്ട്. നമ്മുടെ പിള്ളേരെ ഫുഡ് അടിക്കാം. ഒക്കെ കഴിഞ്ഞു. ഇനി വീണ്ടും നമുക്ക് തിരുവാതിരക്കളിയൊക്കെ ഒന്ന് കാണാം. കുറെ തിരുവാതിരക്കളി ഉണ്ട്. നിന്ന് 14 തിരുവാതിരക്കളി ഉണ്ട്. 4 കഴിഞ്ഞുണ്ടാവും. എല്ലടി വർത്താനം പറടി. ജാനുവിന്റെ കൂട്ടുകാരീനെ ഉണ്ട് ക്ലാസ്സിൽ പഠിക്കുന്നത്.
ഞാൻ കണ്ടുപിട്ടിരിക്കുന്നുണ്ട്. സാരി പിടിച്ച് നടക്കാൻ പോലും അറിയാത്ത ഞാൻ ഒഴിഞ്ഞു പോയില്ല, നീ കൊണ്ടേ പോകുന്നു. നാളെ ഞങ്ങൾ വീണ്ടും വരും, വെറൈറ്റി ആയിട്ട് വീണ്ടും സാരിയിൽ വരുന്നതായിരിക്കും. ഇന്നത്തെ ദിവസത്തിൽ വിശേഷങ്ങൾ തീർന്നു. തിരുവാതിരക്കളിയായിരുന്നു മെയിൻ പരിപാടി. അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത്. ബൈ. ഞാൻ വീട്ടിൽ പോയി കിടന്നുറങ്ങട്ടെ. നാളെ ശിവരാത്രിയാണ്. അപ്പോൾ നമുക്ക് ശിവരാത്രിയുടെ വീഡിയോ ആയിട്ട് നാളെ കാണാം.